നല്ല സൂപ്പർ ടേസ്റ്റിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു 1.5 kg ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്ററും ഓവനും ബട്ടറും ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്രൂട്ട് സാൾട്ടും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വീട്ടിലേക്ക് കഴിക്കാനാണെങ്കിലും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നൊരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. 1.5 kg ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലോറാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലോർ വേണമെങ്കിലും എടുക്കാം. ഓൾ പർപ്പസ് ഫ്ലോർ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ മൈദ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് മൈദയാണ്. അപ്പോൾ മൈദ വെച്ചിട്ട് ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 240 ml കപ്പിൽ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഞാൻ എടുക്കുന്നത് ഒരു അരിപ്പയ്ക്കകത്തോട്ടാണ് കേട്ടോ. ഇത് നമ്മളൊന്ന് അരിച്ച് മാറ്റേണ്ടത് കാരണം. പിന്നെ ഇതിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ അളവായി എടുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് 2 ടേബിൾ സ്പൂൺ ഫ്ലോർ ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്, മിൽക്ക് കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾ കയ്യിൽ ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. എൻ്റെ കയ്യിൽ മിൽക്ക് കൊക്കോ പൗഡറാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. അല്ലെങ്കിൽ കളറൊന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഫ്ലോർ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു എടുക്കുന്ന മെഷറിംഗ് കപ്പ് നികത്തി, ഫ്ലോർ ഇങ്ങനെ പൊങ്ങി നിൽക്കാത്ത രീതിയിൽ നികത്തി വേണം നമ്മൾ ഫ്ലോർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഞാൻ ബേക്കേഴ്സിൻ്റെ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, എത്രത്തോളം ബേക്കിംഗ് പൗഡറോ അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമ്മളിത് അരിച്ചു കൊടുക്കാം. വേണ്ടവർക്ക് ഉപ്പിടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ആദ്യം അരിക്കുമ്പോൾ തന്നെ നമുക്കത് വലിയ കട്ടകളെല്ലാം ആ ഒരു ഭാഗത്ത് വന്ന് കൂടിക്കിടക്കുന്നത് കാണാം. ഇനി അടുത്തതായിട്ട് നമ്മളിത് രണ്ടാമതൊന്നും കൂടെ അരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 വട്ടം ഈ ഫ്ലോർ കംപ്ലീറ്റ് അരിച്ചെടുക്കണം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആവുകയും ചെയ്യും, അതിനകത്തുള്ള കട്ടകളൊക്കെ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ബാറ്റർ ഒരുമാതിരി സ്മൂത്തായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 3 വട്ടം ഇത് അരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 വട്ടം അരിച്ചെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഫ്ലോറ്. അപ്പോൾ എല്ലാം തമ്മിൽ മിക്സ് ആയിട്ടുമുണ്ട്. ഇതെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എഗ്ഗ് എടുക്കണം. 4 എഗ്ഗാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. വലിയ മുട്ട ആയതുകൊണ്ട് തന്നെ ഞാൻ 4 എടുക്കുന്നു. അത് ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 4 5 ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം ഒരു 1.5 kg അല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് 1 kg ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഫ്ലോറും അതിനനുസരിച്ചുള്ള സാധനങ്ങളും, പിന്നെ ഒരു വലിയ മുട്ടയെങ്കിൽ 3 മുട്ടയും ചെറിയ മുട്ടയെങ്കിൽ 4 മുട്ടയുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് 4 മുട്ടയും നമ്മൾ എടുത്തിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ആ വൈറ്റ് 4 മുട്ടയുടെ സെപ്പറേറ്റ് നമ്മൾ ഒഴിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൽ ഒന്ന് സെപ്പറേറ്റ് ആയി കിടക്കുമായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, ബേക്കേഴ്സിൻ്റെ ആയിരുന്നു ചേർത്ത് കൊടുത്തത്. അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചേർത്തതിന് ശേഷം അത് നല്ലപോലെ കടയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇളക്കുന്ന രീതിയിലോ ഇളക്കി നമ്മളത് മിക്സ് ചെയ്യണം. നല്ലപോലെ അതിനകത്ത് എല്ലാം അലിഞ്ഞു ചേരണം. ആ ഒരു മുട്ടയെല്ലാം അലിഞ്ഞു ചേർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഇച്ചിരിച്ച് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. കടയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലായിടവും ആ ഒരു വൈബ്രേഷൻ എത്തുകയും ചെയ്യും. നല്ലപോലെ വൈബ്രേറ്റായി പതങ്ങി ഫ്ലഫായി കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പാത്രത്തിലും മുട്ടയിലും എടുക്കുന്ന വിസ്കിലാണെങ്കിലും എന്തിലാണെങ്കിലും ശരി, ഒന്നിലും വെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഫ്ലഫായി കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ ക്രീം സ്റ്റിഫ് ചെയ്യുകയാണെങ്കിലും ക്രീമിനും നല്ലപോലെ സ്റ്റിഫായി കിട്ടത്തില്ല, വെള്ളം പോലെ കിടക്കുകയായിരിക്കും ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാറ്ററിനാണെങ്കിലും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. വെള്ളത്തിന് അംശം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ ാണ് നമ്മളിപ്പോൾ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ആ മുട്ടയുടെ വെള്ള ആ 1 കപ്പ് പഞ്ചസാര മൊത്തവും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം 4 മുട്ടയുടെ യോക്ക് മഞ്ഞ കരു നമ്മൾ മാറ്റി വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക.
ഈ ചേർത്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഞാൻ നല്ല ശരിക്ക് അടിച്ച് പതപ്പിച്ച് ഫ്ലഫി ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ദാ ഈ ഒരു മെത്തേഡിലാണ് മിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും. ആ ഒരു കറങ്ങുന്ന രീതിയിൽ കടയുന്ന രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ പാത്രത്തിൻ്റെ ബോട്ടം ഏറ്റവും താഴെ കിടന്നിട്ടുണ്ടായിരുന്ന മുട്ടയാണ്. 4 മുട്ട ഈ വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ എന്തുമാത്രം ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്രയും കിടന്ന മുട്ട ഞാൻ നല്ലപോലെ അടിച്ച് പതപ്പിച്ച് ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ച് ഇത്രയും ആ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയുമാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. ഇതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ഒരു എഗ്ഗിൻ്റെ ഈ ഒരു മിക്സിനകത്തേക്ക് നമ്മളൊരു 30 മില്ലി ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏതൊരു ഓയിലും നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒട്ടും മണമില്ലാത്ത സൺഫ്ലവർ ഓയിലിന് സാധാരണ ഒട്ടും മണം കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബിഗിനേഴ്സ് ആണെങ്കിലും നല്ലപോലെ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിലും എന്ത് ചെയ്യുക, പതിയെ ഇളക്കിയെടുക്കുക. ബീറ്റർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഫ്ലഫ് ആയത് അങ്ങ് താന്ന് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിസ്ക് യൂസ് ചെയ്ത് ഇങ്ങനെ പതിയെ ഇങ്ങനെ ചുറ്റിച്ച് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേനും ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ എല്ലാം അരിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഫ്ലോറിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലോ അല്ലെങ്കിൽ നോർമൽ ഫോൾഡ് മെത്തേഡിലോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുമ്പോൾ പാത്രത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ വിസ്ക് കൊണ്ടുപോയി പിന്നെ ചുറ്റിച്ചെടുത്ത് പിന്നെയും കട്ട് ചെയ്ത് പിന്നെയും ഫോൾഡ് ചെയ്ത്, അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. സ്പാച്ചില യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ ഒരുപാട് നേരം എടുക്കുന്നുണ്ട്. പിന്നെ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വിസ്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും അത്ര ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകത്തില്ല. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ചേർത്ത ഫ്ലോറെല്ലാം മിക്സായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് മിക്സായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു സെറ്റ് നമ്മൾ കുറച്ച് ഫ്ലോർ ചേർത്തിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് തൈരാണ്. ഞാനിവിടെ ടോട്ടൽ ഒരു 30 ml തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ തൈരിൽ നിന്ന് ഒരു 2 സ്പൂൺ കണക്കാക്കിയിട്ട് ഒരു ശകലം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഫ്ലോർ പിന്നെ തൈര് അങ്ങനെ ഒരു മെത്തേഡിൽ തൈര് ഫ്ലോർ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ചേർത്ത് ഇത് തീരുന്നിടം വരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൈരോ അല്ലെങ്കിൽ ചിലർക്ക് ചൂട് പാല് വേണമെങ്കിലും ചേർക്കാം. രുചിയും രണ്ടും അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബേക്കിംഗ് ടിന്നിലോ പാത്രത്തിലോ നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് കൺസിസ്റ്റൻസിയാണിത്. നല്ല ചോക്ലേറ്റ് കളറും ഉണ്ട്. നമ്മൾ അത്രയും കൊക്കോ പൗഡർ ചേർത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ നമുക്കിപ്പോൾ കിട്ടത്തില്ലായിരുന്നു. മിൽക്ക് കൊക്കോ പൗഡറിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാത്രത്തിൽ നിന്ന് എല്ലാം കംപ്ലീറ്റും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം നമുക്ക് അപ്പോൾ ക്ലീൻ ആക്കിയിട്ടും കണ്ടില്ല, മേളിൽ ഇങ്ങനെ വന്ന് പൊട്ടിപ്പോകുന്നുണ്ട് ആ ഒരു എയർ ബബിൾ. അപ്പോൾ അങ്ങനെ ഇതാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് നമുക്ക് കിട്ടുന്ന. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു കേക്കിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ബേക്കായി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് കാരണം ഞാൻ സ്ക്വയർ കേക്കിൻ്റെ വീഡിയോ എടുത്തില്ല. എന്നിട്ട് ഞാൻ ഈ സെയിം ബാറ്ററി യൂസ് ചെയ്ത് ഉണ്ടാക്കിയ കേക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കുക.